ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളെ ശാന്തമായിട്ട് അടച്ച് ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ്. അനേകം പരിശുദ്ധ ബലികൾ അർപ്പിക്കപ്പെട്ട ഒരു സ്ഥലത്ത് ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത മണിക്കൂറിൽ ഈശോ ഇറങ്ങി വന്ന ബലിപീഠത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുക. ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, മണിക്കൂറുകൾ കർത്താവിനെ ആരാധിച്ച ഒരു സ്ഥലം, ഒരു ദിവസം പോലും മുടങ്ങാതെ കർത്താവിൻ്റെ വചനം മുഴങ്ങിക്കേൾക്കുന്ന കർത്താവ് തിരഞ്ഞെടുത്ത ആലയം. അവിടുത്തെ ബലിപീഠത്തോട് ഉടമ്പടി ചെയ്തവരെ അവിടുന്ന് ഒരിക്കലും മറക്കുകയില്ല. ഈശോയെ ഈ ബലിപീഠത്തിൽ അങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ബലിപീഠത്തിൽ നിന്നാണ് ഞങ്ങൾ അങ്ങയുടെ ജീവനുള്ള ശരീരവും രക്തവും ഇപ്പോൾ സ്വീകരിച്ചത്. ഞങ്ങൾ അർപ്പിച്ച ഓരോ പരിശുദ്ധ ബലികളിലും അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങൾ കണ്ടത്. അങ്ങയുടെ സ്നേഹത്തിൻ്റെ വാക്കാണ് വചനത്തിലൂടെ ഞങ്ങൾ കേട്ടത്. ഞങ്ങളെ ജീവനോടെ മുന്നോട്ട് നയിക്കാൻ ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ സാന്നിധ്യമാണ് ഓരോ ആരാധനയിലും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞത്. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വന്നു. ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ അങ്ങ് ബലപ്പെടുത്തി. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ ശക്തി, അങ്ങയുടെ മഹത്വത്തിൻ്റെ സാന്നിധ്യം ഒരിക്കൽ കൂടി കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ആലയത്തിലേക്ക് ഒരിക്കൽ കൂടി അയക്കണമേ. അന്തരീക്ഷത്തെ പൂർണ്ണമായിട്ട് അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഈ ആലയത്തിന്, ഈ ബലിപീഠത്തിന് ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് ഇപ്പോൾ ഈ സമയം അങ്ങ് ഒരിക്കൽ കൂടി നൽകണമേ. അങ്ങ് അടുത്ത് നിൽക്കുന്ന അനുഭവം അനേകം മക്കൾക്ക് ഈ സമയം നൽകണമേ. അങ്ങയുടെ വചനം മുഴങ്ങി കേൾക്കുന്ന ഈ സമയത്ത് സൗഖ്യങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും അങ്ങ് തന്നെ ഇറങ്ങി ഇപ്പോൾ പ്രവർത്തിക്കണമേ. ഈ മണിക്കൂർ അങ്ങയുടേതാണ്. അങ്ങയുടെ നാമം മഹത്വപ്പെടേണ്ട മണിക്കൂറാണ്. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഇറങ്ങേണ്ട സമയമാണ്. അങ്ങയുടെ പരിശുദ്ധന്മാരോട് ചേർന്ന് അങ്ങയുടെ മക്കൾ, പാവപ്പെട്ട അങ്ങയുടെ മക്കൾ അങ്ങയെ ആരാധിക്കുന്ന, അങ്ങയെ സ്നേഹിക്കുന്ന സമയമാണ്. അങ്ങയുടെ മഹത്വം ഇറങ്ങി വരട്ടെ. അങ്ങയുടെ മഹത്വം ഇറങ്ങി വരട്ടെ. കർത്താവെ, ഞങ്ങൾക്കല്ല അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് എന്നും മഹത്വം ഉണ്ടാവട്ടെ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയുടെ തിരുരക്തം ഈ അന്തരീക്ഷത്തെ മുഴുവൻ ഏറ്റെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇവിടെ ശരീരത്തിലേക്ക് ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ തിരുരക്തം ഒഴുകട്ടെ. തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തുള്ളികളുടെ സംരക്ഷണം ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർക്ക്, ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ സമയം ഒഴുകട്ടെ. രോഗബാധിതമായ ശരീരത്തിൽ കർത്താവിൻ്റെ തിരുരക്തം ഒഴുകട്ടെ. അസ്വസ്ഥമായ മനസ്സിലേക്ക് കർത്താവിൻ്റെ തിരുരക്തം ഒഴുകട്ടെ. അശുദ്ധി നിറഞ്ഞൊരു ആത്മാവിലേക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ തിരുരക്തം ഒഴുകി പുതിയ വ്യക്തികളാക്കി മാറ്റട്ടെ. കർത്താവെ, അന്തരീക്ഷം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യത്താൽ ചൂട് പിടിക്കട്ടെ. കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട അങ്ങയുടെ ഇരു കരങ്ങളും ഈ ആലയത്തിൽ സമ്മേളിച്ചിരിക്കുന്ന, ഓൺലൈനിൽ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല ടൈം സോണുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ ക്രൂശിക്കപ്പെട്ട രണ്ട് കരങ്ങളും ഈ സമയം ഉയർന്നു നിൽക്കട്ടെ. സ്വർഗത്തിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. സ്വർഗത്തിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നു. സ്വർഗം തുറക്കുമാർ ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾ തുറന്നങ്ങെ ആരാധിക്കും. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നസറായനായ യേശുവേ, നിന്റെ നാമം മഹത്വപ്പെടട്ടെ. നിന്റെ തിരുരക്തം ഒഴുകട്ടെ. കാൽവരിയിലൂടെ ഒഴുകിയിറങ്ങിയ അങ്ങയുടെ തിരുരക്തത്തുള്ളികൾ ഈ സമയം ഈ മക്കളിലേക്ക് ഇറങ്ങണമേ. ബലിപീഠത്തിൽ ഞങ്ങളുടെ ശക്തി ഇറങ്ങട്ടെ. ബലിപീഠത്തിൽ ഞങ്ങളുടെ ശക്തി ഇറങ്ങട്ടെ. പരിശുദ്ധമായ ബലിപീഠത്തിൽ ഞങ്ങളുടെ മഹത്വം ഇറങ്ങട്ടെ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് കുടുംബങ്ങളെ, ഇടങ്ങളെ, സമയങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ശരീരത്തെ സൗഖ്യപ്പെടുത്തണമേ. അങ്ങയുടെ വിലയേറിയ തിരുരക്തം കൊണ്ട് ആത്മാവിന് ശക്തി നൽകണമേ. അങ്ങയുടെ ശക്തിയേറിയ തിരുരക്തം കൊണ്ട് മനസ്സുകളെ ബലം പ്രാപിക്കട്ടെ. യേശുവിന്റെ പരിശുദ്ധ നാമം ഉയർന്നു നിൽക്കട്ടെ. ഫിലിപ്പിയർ 2:10 യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങും. Every knee shall bend before the powerful name of Jesus. ഈശോയുടെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. സാത്താന്റെ കോട്ടകൾ ഈ മണിക്കൂറിൽ ചിതറി മാറട്ടെ. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ തിരുരക്തം ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ
ശക്തമായ ഒരു അഭിഷേകം ഈ ആദ്യ മണിക്കൂറിൽ തന്നെ നടക്കണമേ. ഈ സമയം തന്നെ മഹത്വം നൽകട്ടെ. Let your powerful name be glorified. അങ്ങയുടെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവേ ആരാധന. യേശുവേ സ്തുതി സ്തുതി സ്തുതി. ആരാധന ആരാധന ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി, അവിടുത്തെ വചനം കേൾക്കാൻ വേണ്ടി, അവിടുത്തെ ആരാധിക്കാൻ നമ്മൾ ഒരിക്കൽ കൂടി ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഇടയിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മനസ്സുകളെ ശക്തിപ്പെടുത്തട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. ഏറ്റവും പ്രധാനമായിട്ട് ഒരുമിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സാത്താന്റെ നരകത്തിന്റെ വാതിലുകൾ ഇളകണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ലോകത്തിൽ നമ്മൾ ഈ സമയം വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിൽ പല അൾത്താരകളിൽ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോയുടെ തിരുശരീരം, ഈശോയുടെ തിരുരക്തം, ഈശോയുടെ സാന്നിധ്യം ഒരിക്കൽ കൂടി ഭൂമിയെ സ്പർശിക്കുന്ന സമയമാണ്. സാത്താന്റെ വാതിലുകൾ ഇളകും. നമ്മൾ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നരക വാതിലുകൾ ചിതറിത്തെറിക്കും. ശക്തിയോടെ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞു കാര്യം നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല തീഷ്ണതയോടെ വചനമൊക്കെ കാണാപ്പാടം അറിയാമെങ്കിൽ ബൈബിൾ എടുക്കണ്ട. ബൈബിള് കാണാതെ അറിയത്തില്ലാത്തവരൊക്കെ വചനമൊക്കെ എടുത്ത് വായിച്ച് ധ്യാനിച്ച് നല്ല വിശ്വാസത്തോടെ ദിവസം പ്രാർത്ഥിക്കണം. കർത്താവ് ഒരു വലിയ വലിയ കാര്യം നമുക്ക് വേണ്ടി ചെയ്യുന്നു. കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായം എടുത്ത് വായിച്ച് ആരംഭിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നല്ല ശ്രദ്ധയോടെ ഈശോ നമുക്ക് നൽകുന്ന ഈ ഒരു ദിവസം നമ്മൾ വിശ്വസിച്ച് പറയുന്ന വചനങ്ങൾ കർത്താവ് അത് നടത്തി തരും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ സംസാരിക്കുന്ന വചനം സംഭവിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ്. വായിക്കാം. നല്ല ശ്രദ്ധയോടെ കേൾക്കുക. ഒരുമിച്ച് വായിക്കാൻ ബൈബിൾ കയ്യിലുള്ളവർ ഒരുമിച്ച് വായിക്കുക. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ആദ്യമായിട്ടാണോ ഈ വചനം കേൾക്കുന്നത്? അല്ല, എന്തോരം തവണ കേട്ടിട്ടുള്ളതാണ്. ഒറ്റ തവണയും കൂടെ ഇന്ന് ഈ ബലിപീഠത്തിൽ ഈശോയുടെ സാന്നിധ്യം ഉള്ളിടത്തുനിന്ന് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നു, ഓൺലൈനിൽ ഇരുന്ന് കൂടുന്നു, ഈശോ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് പറയുന്ന കാര്യമാണ്, യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. 4 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, പേടിക്കണ്ട, ഭയപ്പെടണ്ട. ഈശോയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്ന ആദ്യത്തെ ഉറപ്പിതാണ്, സകല ഭയങ്ങളെയും ഈശോയുടെ സാന്നിധ്യം എടുത്തു മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ കടത്തെ ഓർത്തോ, നിങ്ങളുടെ രോഗത്തെ ഓർത്തോ, നിങ്ങളുടെ സങ്കടങ്ങളെ, നിങ്ങളുടെ കണ്ണുനീരുകളെ ഓർത്തോ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യമാവട്ടെ, ഈശോ പറയാണ് ഇന്ന് ഈ മണിക്കൂറിൽ ആദ്യത്തെ വാഗ്ദാനം ഈശോ നിങ്ങളോട് തരികയാണ്, ഭയപ്പെടണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പറയുന്ന വചനത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓർക്കണം. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ ഈശോ നിങ്ങളോട്, എന്നോട് പറയാണ്, നീ എന്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അത് കേൾക്കണം. നിങ്ങൾ മാത്രം കേട്ടാ പോരാ. നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ പിശാച് ഇപ്പൊ അത് കേൾക്കട്ടെ. നിങ്ങളെ വിഷമിപ്പിച്ച ആ പിശാച് അത് കേൾക്കട്ടെ. ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ തകർക്കാൻ ശ്രമിച്ച പിശാച് ഇത് കേൾക്കണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണ്, എൻ്റെ കുടുംബം ഈശോയുടേതാണ്. വലത് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ രോഗപീഠകളിലൂടെ, ഈ കടത്തിലൂടെ, ഈ വിഷമത്തിലൂടെ, ഈ ചതിക്കുഴികളിലൂടെ എന്നെ സങ്കടപ്പെടുത്തിയ പിശാച് ഇത് കേട്ടോ, ഞാൻ എൻ്റെ ഈശോയുടേതാണ്. വലത് ഉയർത്തി പറ ഹല്ലേലൂയ. വലത് ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, ഞാൻ ഈശോയുടേതാണ്. പറ, ഞാൻ ഈശോയുടേതാണ്. സാത്താന്റെതല്ല, സാത്താന്റെ പിടിയിലല്ല. സാത്താന്റെ ഒരാധിപത്യവും നിന്റെ മേലോ നിന്റെ കുടുംബത്തിന്റെ മേലോ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഇപ്പോ ആ വാതിൽ ഇപ്പൊ ചിതറിത്തെറിക്കണം. കാരണം ഞാൻ ആരുടേതാണ്? ഈശോയുടേതാണ്. 2 കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. അത് ബോധമായിട്ട്, ബോധ്യം മാത്രമായിട്ടല്ല, നല്ല ഒന്നാന്തരം ബോധമായിട്ട് നിങ്ങളുടെ ഉള്ളിലോട്ട് വേണം.
ഞാൻ കീറി പറഞ്ഞ് നിൽക്കായിരിക്കും, ദാരിദ്ര്യത്തിലായിരിക്കും, പട്ടിണി കിടക്കായിരിക്കും, വലിയ കടബാധ്യത, രോഗങ്ങളായിരിക്കും. പക്ഷെ എൻ്റെ അഡ്രസ്, എൻ്റെ ഐഡന്റിറ്റി ഞാൻ ഈശോയുടേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ യാക്കോബേ നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ, നിങ്ങളുടെ പേരവിടെ ചേർത്ത് വെച്ചോണം. നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ പറയുന്നു, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ ഭയപ്പെടണ്ട, നീ എന്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. 43:5 നമുക്ക് കാണാതെ അറിയാവുന്ന ഒരു വചനം. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ നമ്മൾ വലിയ മുഴുപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമാണ്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 1000 തവണ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പൊ ഈ ബലിപീഠത്തിന്റെ ചൂട് കിട്ടിക്കൊണ്ട് നിങ്ങളത് ഹൃദയത്തോട്ട് ഏറ്റെടുക്ക്. അച്ഛനിവിടെ നിന്ന് ഒരു ഉച്ചഭാഷയിലൂടെ ഒച്ചത്തി പറയല്ല, ഈശോ നിങ്ങളോട് നിങ്ങളുടെ ഹൃദയത്തോടത് പറയാണ്, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ടു നോട്ട് ബി അഫ്രൈഡ്, ഐ ആം വിത്ത് യു. പറഞ്ഞേ ഹല്ലേലൂയ. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ ഒരവസാനത്തെ കച്ചി തുരുമ്പ് പോലെ കർത്താവിന്റെ വചനം കേൾക്കാൻ വേണ്ടി ഇപ്പൊ വന്നിരിക്കുകയായിരിക്കും. ഒരു പക്ഷേ ഓൺലൈനിൽ ഇതൊന്ന് തുറന്ന് കർത്താവേ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് ഒരു സങ്കടത്തിൽ നിന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഈശോ ഹൃദയത്തിലോട്ട് അത് പറയട്ടെ, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. കരങ്ങൾ രണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ നോക്ക്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ മുമ്പിൽ. സ്വർഗത്തിൽ നിന്ന് കാണിച്ച ഏറ്റവും വലിയ അടയാളം ഒരഗ്നി, അഗ്നിയിൽ നിന്ന് വരുന്ന ജീവൻ്റെ വാക്ക്, ആ അഗ്നിയെ അതിശയിപ്പിക്കുന്ന, ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന, ജീവൻ നൽകുന്ന വാക്ക്. ആ വാക്ക് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച ദൈവത്തെ നമ്മൾ കാണുകയാണ്. കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ നോക്ക്. ജീവനുള്ള സാന്നിധ്യം നമ്മുടെ കൂടെ. ആരാധനക്കേറ്റം യോഗ്യനായ കർത്താവ് നമ്മുടെ കൂടെ. മാലാഖമാരും ക്രൊവന്മാരും നവവൃന്ദം മാലാഖമാരും സ്വർഗീയ സൈന്യങ്ങളും വാഴ്ത്തിപ്പാടി മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ആ സാന്നിധ്യത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരു ഊഹാമോഹങ്ങളെയല്ല, ജൽപ്പനങ്ങളെയല്ല, ചിന്താരീതികളെയല്ല, ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ കാണുന്നതും ആരാധിക്കുന്നതും. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ എത്ര ഭാഗ്യം ലഭിച്ച മറ്റേത് ശ്രേഷ്ഠ ജനതയുണ്ട്. അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ സാന്നിധ്യം അറിയിച്ച കർത്താവിനെ അവർ കാത്തിരുന്നു. ആദിമാതാപിതാക്കളുടെ കൂടെ നടന്ന ദൈവത്തെ നേരിട്ട് കാണാൻ അവർ ആഗ്രഹിച്ച് കാത്തിരുന്നു. അഗ്നിസ്തംഭത്തിൽ, മേഘത്തൂണിൽ കർത്താവ് തൻ്റെ സാന്നിധ്യം അറിയിച്ചു. പർവ്വതങ്ങളിൽ, ഹിമസാനുക്കളിൽ, തിരമാലകളിൽ, നിശബ്ദതയിൽ, കൊടുങ്കാറ്റിൽ, ഇടിമുഴക്കത്തിൽ, പെരുമഴയിൽ, അഗ്നിജ്വാലയിൽ കർത്താവ് തൻ്റെ സാന്നിധ്യം അറിയിച്ചു. ജനത്തിന് തൃപ്തി വന്നില്ല, അവർ കാത്തിരുന്നു. ദൈവത്തെ നേരിട്ട് കാണണം. പ്രവാചകന്മാരിലൂടെ, പ്രകൃതിയിലൂടെ കർത്താവ് സംസാരിച്ചു. ഐ എം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. തൃപ്തി വരുന്നില്ല, വാക്ക് പോരാ, കാണാൻ അവർ കാത്തിരുന്നു. ഒടുക്കം കാലത്തിൻ്റെ സമ്പൂർണതയിൽ, സമയത്തിൻ്റെ പരിപൂർത്തിയിൽ, പ്രവചനങ്ങൾക്കെല്ലാം മുദ്രവെച്ച് വെളിപാടുകളെല്ലാം പൂർത്തിയാക്കി കൂടെ വരും, കൂടെ വസിക്കും എന്ന് പറഞ്ഞ ദൈവം ഇറങ്ങി വന്നു. കൂടെ വസിക്കുക മാത്രമല്ല, ഉള്ളിൽ കയറി താമസിച്ചു. ഈശോ 33 വർഷം നമ്മിൽ ഒരുവനായി, പാപത്തിലൊഴികെ നമ്മെപ്പോലെ ഒരുവനായി ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നും നിങ്ങളുടെ കൂടെ കാണുമെന്ന വാഗ്ദാനം ഉറപ്പിച്ചു തന്ന് ഇന്ന് ഈ അൾത്താരയിൽ, ഈ ബലിപീഠത്തിൻ്റെ ഈ തീജ്വാലകൾക്ക് മധ്യേ മോശ കണ്ടതിനേക്കാൾ തേജോമയനായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നു. നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് മോശയോട് പറഞ്ഞ കർത്താവ്. ആ കർത്താവിനെ ആരാധിക്കാം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.